ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വലിയൊരു തിരുനാൾ ദിവസമാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന് തിരുനാൾ ദിവസം. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. ധീരതയോടുകൂടി യേശുവിന് വേണ്ടി നിലകൊണ്ട വിശുദ്ധൻ, രക്തസാക്ഷിത്വം ചൊരിഞ്ഞ വിശുദ്ധൻ ഇന്ന് എത്രമാത്രം സ്ഥലങ്ങളിൽ അറിയപ്പെടുക. ഇന്ന് ദൈവത്തോടു കൂടി അദ്ദേഹം ആനന്ദിക്കുകയാണ്. സുവിശേഷത്തില് ഫരീസേരും സ്നാപകന്റെ യോഹന്നാന്റെ ശിഷ്യരൊക്കെ ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഉപവസിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാര് ഉപവസിക്കാത്തത്. ഇപ്പം ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അത് 19 തിരുവചനമാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാൻ ആവില്ല. ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ അവർ സന്തോഷിക്കേണ്ട സമയമാണ്, അവർ ഉപവസിക്കേണ്ട സമയമല്ല. ഉപവാസം വേണ്ടെന്നല്ല ഈശോ പറയുക. ഒന്ന് ഈശോ സൂചിപ്പിക്കുന്നുള്ളൂ, നിന്റെ ദൈവത്തോടൊപ്പം നീ സന്തോഷിക്കണം. ജീവിതത്തിൽ എന്തോ ആകട്ടെ അവസ്ഥകൾ, വലിയ പ്രതിസന്ധികളിലൂടെ രക്തസാക്ഷിത്വത്തോടെയും കടന്നുപോയ സെബസ്ത്യാനോസ് ഏറെ സങ്കടങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം സന്തോഷിച്ച കടന്നുപോയത്. എല്ലാത്തിൻ്റെയും അപ്പുറത്ത് ദൈവത്തിനോട് കൂടെ ആനന്ദിക്കുവാൻ നിനക്ക് സാധിക്കണം. അത് മാത്രമേ സുവിശേഷം പറയുന്നുള്ളൂ. വേറെ ഒന്നിലേക്ക് നോക്കാൻ പറയുന്നില്ല. നീ മറ്റൊരു വ്യക്തിയിലേക്ക് നോക്കുമ്പോഴും ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നോക്കി നീ വിലയിരുത്താനായിട്ട് പോയേക്കരുത്. അത് നല്ല വ്യക്തിയാണോ മോശ വ്യക്തിയാണോ നിന്റെ കാര്യമല്ല. അവർ ദൈവത്തോടു കൂടി സന്തോഷിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. കർത്താവേ, നിന്നോടുകൂടെ സന്തോഷിക്കാൻ ഇടവരുത്തണമേ എന്ന് നീ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. സന്തോഷം അനുഭവിക്കുവാനും പകരുവാനും നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, പുകഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാക്കി മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ആ ധീരത ഈ വ്യക്തിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏത് അവസ്ഥയിലായാലും നീ കൂടെയുള്ളതിൻ്റെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഇടവരുത്തണം. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നീ എൻ്റെ സർവ്വം.